ഒരു യാഥാസ്ഥിതിക മുസ്ലിം ജന്മി കുടുംബത്തിലാണ് ഉമ്മറിന്റെ ജനനം. വിലക്കുകൾ നിരവധിയുണ്ട്. വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന വിശ്വാസം അത് ഇരട്ടിപ്പിച്ചു. നാടകവും സിനിമയും എല്ലാം തൊട്ടുകൂടാത്തവ. വിലക്ക് മുറിക്കുന്നതിന്റെ രസമാണോ എന്തോ ഈ പിരാന്തെല്ലാം ഉമ്മർ തലയിൽ കയറ്റി. ഒപ്പം മറ്റൊന്നും, ഫുട്ബോൾ. ഇന്ത്യൻ ഫുട്ബോളിൽ എസ് മന്ന തിളങ്ങി നിൽക്കുന്ന കാലം. മന്നയായിരുന്നു ഉമ്മറിന്റെ ഹീറോ. കുറ്റിച്ചിറയിലെ മൈതാനിയിൽ സെൻട്രൽ ഹാഫ് ബാക്കിൽ നിന്ന് അയാൾ പല മനോഹര സ്വപ്നങ്ങളും കണ്ടു. ഇൻഡിപെൻഡൻസ് എന്നായിരുന്നു ഉമ്മറിന്റെ ഫുട്ബോൾ ടീമിന്റെ പേര്. ഉമ്മറാണ് സെക്രട്ടറി. പാപ്പയുടെ ഇളയ സഹോദരൻ അബ്ദുൾ റഹ്മാൻ ക്യാപ്റ്റൻ. ഉപ്പാപ്പയുടെയോ ചിറ്റപ്പന്മാരുടെയോ കൺവട്ടം കണ്ടാൽ മണ്ടുന്ന ക്യാപ്റ്റനും മാനേജറും. വീട്ടുകാരുടെ കൺവട്ടത്ത് നിന്ന് മാറി ഉമ്മറും സംഘവും ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു. രാത്രി സ്വപ്നങ്ങളിൽ പോലും ഗോളടി കടന്നു വന്നിരുന്ന കാലം. പൊതുവെ പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന വീട്ടിൽ പാതിരാത്രിയിൽ കിടന്ന് ഗോൾ എന്ന് അലമുറയിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. ഫുട്ബോൾ കാണുന്നതും കളിക്കുന്നതും മാത്രമല്ല, കേൾക്കുന്നതും ഉമ്മറിന് ഇഷ്ടമായിരുന്നു. അക്കാലത്ത് അഖിലേന്ത്യാ ടൂർണമെന്റുകളിൽ ദൃക്സാക്ഷി വിവരണം കോമാട്ടിൽ രാമൻ മേനോൻ എന്ന അത്ഭുത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു ദൃക്സാക്ഷി വിവരണക്കാരനാകണമെന്നായിരുന്നു അക്കാലത്ത് ഉമ്മറിന്റെ ആഗ്രഹം. ഇക്കാര്യം അന്ന് കോഴിക്കോട് റേഡിയോ നിലയത്തിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന നാരായണൻ നായരോട് ഉമ്മർ പറഞ്ഞു. അദ്ദേഹം ഉടൻ ഒരു ടേപ്പ് റെക്കോർഡറുമായി ഉമ്മറിനെ കൂട്ടി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ചെന്നു. ദൃക്സാക്ഷി വിവരണത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ ഉമ്മറിന്റെ തട്ടകം മറ്റൊന്നായിരുന്നു. അപ്പോഴും ആ ഫുട്ബോൾ പ്രേമി ടൂർണമെന്റുകൾ കാണുന്നത് മുടക്കിയില്ല.